ശിവപ്രസാദ്, ഈ ഇത്തരം വിഷയങ്ങൾ, അതായത് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു RSS ബിംബം വെച്ചത് മുതൽ ഇപ്പോൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അവകാശം നിഷേധിക്കുന്ന അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനെതിരെ SFI മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രതിഷേധം ഉയർത്തുന്നത്. മറ്റ് KSUO, MSFO അടക്കമുള്ളവർ എവിടെ? ഇതേ കേസ് തന്നെ ഇപ്പോൾ KS അനിൽകുമാർ കോടതിയിൽ പകുതിയായി കേസ് പിൻവലിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ആക്ഷേപിക്കാൻ രംഗത്തെത്തുന്ന കോൺഗ്രസ്, പക്ഷേ KSUO, MSFO ഈ വിദ്യാർത്ഥികളുടെ അവകാശം, ഈ ചട്ടലംഘനങ്ങൾ, ഇതിനെതിരെ സമരം ചെയ്തില്ല. സംഘപരിവാറിനെതിരെ SFI മാത്രമേ ഉള്ളൂ. അതൊരു രാഷ്ട്രീയ വിഷയമാണ് അടയാളപ്പെടുത്തേണ്ടത്. ശിവപ്രസാദ്, അടയാളപ്പെടുത്തുന്നത് അങ്ങനെ മാത്രമല്ല, ഞാൻ നിങ്ങളെ തിരുത്താൻ കൂടി തയ്യാറാവുന്നു. അടയാളപ്പെടുത്തുന്നത് അങ്ങനെയല്ല. അടയാളപ്പെടുത്തേണ്ടത് ഇതെല്ലാം ചെയ്യുന്നതിന് മോഹനൻ കുന്നുമ്മലിന് പ്രോത്സാഹനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നാണ്. അതാ പ്രശ്നം. അല്ല, ഇദ്ദേഹം ചെയ്യുന്നതിനെ നിശബ്ദമായി മൂകമായി നോക്കിയിരിക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് കേരളത്തിലെ ഒരു കുഞ്ഞു പോലും തെറ്റിദ്ധരിച്ചു പോയേക്കരുത്. കാരണം ഇത് മൂകമായി നോക്കിയിരിക്കുകയല്ല കോൺഗ്രസ് ചെയ്യുന്നത്, കൃത്യമായി പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഇതെങ്ങനെയും നശിക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം നശിച്ച് നാമാവിശേഷമാവണം. കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നടത്തുന്ന അക്ഷീണ പ്രവർത്തനങ്ങളെ എങ്ങനെ ദുർബലപ്പെടുത്താമെന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഗവേഷണം, ആ ഗവേഷണത്തിന്റെ ഭാഗമായി സഖ്യകക്ഷിയായി സംഘപരിവാറിനെ കൂട്ടിച്ചേർത്ത് നിർത്തി നടത്തുന്ന ഏറ്റവും ഹീനമായ കുതന്ത്രത്തിന്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോ കേരള സർവകലാശാലയിലും കേരളത്തിലെ വിവിധ സർവകലാശാലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? അതാണല്ലോ ചോദ്യം. ഈ മോഹനൻ കുന്നുമ്മലും ഗവർണറോടൊപ്പം നിൽക്കുന്ന ചില വൈസ് ചാൻസലർമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കേരള വിരുദ്ധ, വിദ്യാർത്ഥി വിരുദ്ധ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ഈ പ്രവർത്തനത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ സംഘപരിവാറിനെ പോലെ തന്നെ കോൺഗ്രസുമാണ്. കോൺഗ്രസ് ഇതിന്റെ ഷോർട്ട് ടേം ഗുണഭോക്താക്കളും സംഘപരിവാർ ഇതിന്റെ ലോങ് ടേം ഗുണഭോക്താക്കളുമാണെന്നതാണ് വളരെ ഗൗരവത്തിൽ കേരളം ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ പോയിന്റിലേക്കാണ് കേരളത്തിന്റെ ചർച്ച പ്രധാനം എത്തേണ്ടത്. ഇതിന്റെ ഷോർട്ട് ടേം ഗുണഭോക്താക്കൾ കോൺഗ്രസ്. എന്താ കാരണം? ഉന്നത വിദ്യാഭ്യാസ രംഗം കുഴപ്പത്തിലാണ്. ആ കുഴപ്പത്തിലായ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വൈസ് ചാൻസലർമാർ ഉപയോഗിച്ച് കുഴപ്പത്തിലാക്കി വെടക്കാക്കി തനിക്കാക്കുക എന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെമ്പാടും ഫാസിസ്റ്റുകൾ ആദ്യം പിടിമുറുക്കിയിട്ടുള്ളത് ആ മേഖലയിൽ, ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിലാണ്. ആ വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കുന്നതിലൂടെയാണ് സാംസ്കാരികമായും അതോടൊപ്പം തന്നെ ചരിത്രപരമായും ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താൻ ഫാസിസ്റ്റുകൾക്കായിട്ടുള്ളത്. ഇതേ തന്ത്രമാണ് രാജ്യത്ത് 2014 മുതൽ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലയും സംഘപരിവാരം കീഴടക്കിയല്ലോ. ഒരു പ്രതികരണം രാജ്യത്തെ കോൺഗ്രസ് നടത്തിയത് നിങ്ങളുടെ ആരെങ്കിലും ശ്രദ്ധയിലുണ്ടോ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയെ സംഘപരിവാരം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. രാജ്യത്തെ പ്രധാനപ്പെട്ട പല സർവകലാശാലകളെയും സംഘപരിവാരം കീഴ്പ്പെടുത്തി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് സംഘപരിവാറിന്റെ നോമിനികളെ കൊണ്ട് പ്രവേശിച്ചു. ഒരു പ്രതികരണം രാജ്യത്ത് കോൺഗ്രസ് നടത്തുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? എവിടെയുമില്ല. അവിടെയും പ്രതികരിക്കുന്നത് ഇടതുപക്ഷ സംഘടനകളാണ്. വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും ഇടതുപക്ഷ ഫോറങ്ങളുമാണ്. അവിടെയും കോൺഗ്രസ് നിശബ്ദമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരായ കടന്നുകയറ്റത്തിന്റെ മാതൃകയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിവ് ഇടതുപക്ഷത്തെ പോലെ തന്നെ ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും ഇന്ത്യയിലെമ്പാടുമുള്ള ഈ കടന്നുകയറ്റത്തെ രാജ്യത്തെ മതനിരപേക്ഷവാദികളായ മനുഷ്യരെല്ലാം ചേർന്ന് ഒരുമിച്ച് നിന്നാണ് ചെറുത്തു തോൽപ്പിക്കേണ്ടതെന്ന ബോധത്തിലേക്ക് വരേണ്ട കേരളത്തിലെ കോൺഗ്രസ് നിർഭാഗ്യവശാൽ അങ്ങനെ വരുന്നതിന് പകരം ഈ തകർക്കാൻ ശ്രമിക്കുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ പിടികൂടാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിനൊപ്പം ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളം കുറെ കൂടി, അല്ലെങ്കിൽ ചാനലുകൾ ആ ആംഗിളിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കേരളത്തിൽ സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുറുമുന്നണി സഖ്യമുണ്ട്. മുന്നണി സഖ്യം അവന് വളരെ മനോഹരമായ ഒരു പേരാണ് കൊടുക്കുന്നത്, സേവ് യൂണിവേഴ്സിറ്റി ഫോറം. ഈ അടുത്ത കാലത്ത് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഈ സർവകലാശാലയിലെ വിഷയങ്ങൾ നടത്തുന്ന പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ എവിടെ നിന്നാണ് ശ്രീ മോഹനൻ കുന്നുമ്മലിന് ബുദ്ധി വരുന്നത് എന്നതിന്റെ കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഒരു മഹത് വ്യക്തി പ്രായത്തിൽ മുതിർന്നതായതുകൊണ്ട് ഞാൻ ആക്ഷേപിക്കാൻ തയ്യാറാവുന്നില്ല. ഡോക്ടർ ശശികുമാർ, ആരുടെ പ്രതിയായിരുന്നു ഡോക്ടർ ശശികുമാർ? അങ്ങേക്കറിയാമല്ലോ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ആരുടെ പ്രതിയായിട്ടാണ് അദ്ദേഹം സിൻഡിക്കേറ്റിലേക്ക് ഇരുന്നത്? ഞാൻ അടുത്ത ദിവസം, ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി യൂണിയൻ പിരിച്ചുവിടാൻ മോഹനൻ കുന്നുമ്മൽ VC തീരുമാനമെടുത്തു. ഞാൻ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. VC തീരുമാനമെടുക്കുന്ന ദിവസം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. ആ ദിവസത്തിന് തലേ ദിവസം ഞാൻ ഈ പറഞ്ഞ വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ കേരള സർവകലാശാലയിൽ ജനറൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് VC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ്
ഫേസ്ബുക്കിൽ ഈ മഹാൻ പങ്കുവെക്കുകയാണ്. എവിടുന്നാണ് ഈ മഹാൻ ഈ വിവരം കിട്ടിയത്? എവിടുന്നാണ് ഈ മഹാൻ വിവരം കിട്ടിയത്? അപ്പൊ ആരാണ് സഖ്യകക്ഷി? കോൺഗ്രസിന്റെ പ്രതിനിധികളായിരുന്ന, കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഇടത് വിരുദ്ധത മറ്റത്തൂർ സഖ്യം തദ്ദേശത്തിൽ മാത്രമല്ല ഇവിടെയുണ്ട്, യൂണിവേഴ്സിറ്റികളിലുണ്ട്. മറ്റത്തൂർ സഖ്യം തദ്ദേശത്തിൽ മാത്രമല്ല യൂണിവേഴ്സിറ്റികളിലുണ്ട്. അപ്പൊ ഇടത് വിരുദ്ധ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇടത് വിരുദ്ധ, കേരള വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പ്രതിനിധികളും സംഘപരിവാറിന്റെ പ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഇന്ന് സർവകലാശാല നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം. ഇതിന്റെ ഷോർട്ട് ടേം ഗുണഭോക്താക്കളായി തങ്ങൾ മാറും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾ നേരെ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വന്നാൽ, കാലിക്കറ്റ് സർവകലാശാല അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നു, സ്ഥിരം വി സി ആയി താൽക്കാലിക വി സിയെ സ്ഥിരപ്പെടുത്തി. ആരാ അവിടുത്തെ വി സി? ഡോക്ടർ രവീന്ദ്രൻ. ആരാ ഡോക്ടർ രവീന്ദ്രൻ? ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ സമാദരണീയനായ നേതാവാണ്. അപ്പൊ സംഘപരിവാരത്തിന് കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ സമാദരണീയനായ നേതാവ് വളരെ പ്രിയപ്പെട്ട ആളായി കേരളത്തിൽ മാറുകയാണ്. അപ്പൊ ഇടതുപക്ഷത്തോട് കേരളത്തിലെ സംഘപരിവാറിനുള്ള വിദ്വേഷം എത്രത്തോളമാണോ അതിലും ആ വിദ്വേഷത്തിന്റെ നേരെ വിപരീതമാണ് ആരോട് സ്വീകരിക്കുന്ന സമീപനം? കേരളത്തിലെ കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ അധ്യാപക സംഘം സ്വീകരിക്കുന്ന സമീപനം. അപ്പൊ സംഘപരിവാരത്തിന് ആരെ വിശ്വാസമാണ്? സംഘപരിവാരത്തിന് കോൺഗ്രസ് നേതാക്കന്മാരെ വിശ്വാസമാണ്. തങ്ങളുടെ അജണ്ട സംഘപരിവാറുകാർ ചെയ്യുന്നതിലും വൃത്തിയായി കോൺഗ്രസുകാർ ചെയ്യും എന്നതാണ് കേരളത്തിലെ സംഘപരിവാരത്തെ കോൺഗ്രസുകാർ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇത് അവിടെ മാത്രമല്ല, നമ്മൾ ഓർത്തെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സർവകലാശാല സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും സംഘപരിവാർ പ്രതിനിധികളെ നൂലിൽ കെട്ടി ഇറക്കിയപ്പോ ആ കെട്ടി ഇറക്കിയതിന്റെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ് പ്രതികളെയും കെട്ടി ഇറക്കിയിരുന്നു. അന്ന് കേരളത്തിലെ ബഹുമാന്യനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത്, സംഘപരിവാറിനും കിട്ടി ഞങ്ങൾക്കും കിട്ടി, നിങ്ങൾക്ക് കിട്ടാത്തതിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, ഞങ്ങൾക്ക് സംഘപരിവാർ തന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ കെ സുധാകരൻ എന്നാണ്. നമ്മൾ ഓർത്തെടുത്താണ്. അപ്പൊ ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ആരാണ് ഇതിന്റെ ഗുണം പറ്റുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന അനീതികൾക്കും ഈ പറയുന്ന അക്രമങ്ങൾക്കും കേരളത്തിലെ സർവകലാശാലയെ തകർക്കാനുള്ള നീക്കത്തിനും കാലം മറുപടി ചോദിക്കാതെ കടന്നു പോവില്ല. കാലം സത്യമുള്ളതാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ആ കാലം ഒരു കാരണവശാലും ഇവർക്കാർക്കും മാപ്പ് നൽകില്ല. സർവകലാശാലയെ തകർക്കാൻ നേതൃത്വം കൊടുത്തവരായിട്ടേ ഈ അവിശുദ്ധ വർഗീയ വലതുപക്ഷ കൂട്ടുകെട്ടിനെ കേരളവും കേരളത്തിന്റെ ചരിത്രവും വർത്തമാനവും വിലയിരുത്താൻ വേണ്ടി പോകുന്നുള്ളൂ. എല്ലാ ഫാസിസ്റ്റുകളും എല്ലാ ദുരധികാര പ്രവണത ഉപയോഗിച്ച, എല്ലാ ദുരധികാര പ്രവണതയോട് സ്നേഹം ഉണ്ടായിരുന്ന എല്ലാ വർഗീയ ഫാസിസ്റ്റുകളെയും ദുരധികാരികളെയും കാലം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറെ പോലും അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്വന്തം മനസ്സാക്ഷി ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലറിന്റെ അനുയായികൾ ന്യൂറംബർഗിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ? നമ്മുടെ ചരിത്രം ഓർത്തെടുക്കുമ്പോൾ ഹിറ്റ്ലറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വേച്ഛാധിപത്യ ഭരണത്തിന് അദ്ദേഹത്തെ സഹായിച്ച നേതൃത്വം കൊടുത്ത എല്ലാവരും ജർമ്മനിയിലെ ന്യൂറംബർഗിൽ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കാലത്തിന്റെ ഒരു സാക്ഷ്യമാണ്. അതുപോലെ വിചാരണ ചെയ്യപ്പെടും. ആ വിചാരണയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഇപ്പൊ കോടതിയിൽ നടക്കാൻ പോകുന്നത്. അവിടെ കൊണ്ട് അവസാനിക്കും എന്ന് ഇവരാരും പ്രതീക്ഷിക്കരുത്. ജനകീയമായ വിചാരണയാണ് ഇവരെ കാത്തിരിക്കുന്നത്. ജനങ്ങളാണ് ഇവരെ വിചാരണ ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കോൺഗ്രസിനോടും സംഘപരിവാറിനോടും ചേർന്ന് തകർക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നതെന്നും നിങ്ങൾക്ക് അതിന് അവകാശം നേടി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ സംഘടിച്ച് ഇവരെ ചോദ്യം ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ ചരിത്രമാണ് കേരളത്തിലെ ചരിത്രം. ആ ചരിത്രത്തെ കേരളം ഉയർത്തിപ്പിടിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ മുന്നിലുണ്ടാവും. ആ പ്രോസസ്സിൽ, ആ സംഘടനാപരമായ ആ ജനകീയമായ മുന്നേറ്റത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും. ആ മുന്നേറ്റമാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും നമ്മൾ കാണുന്നത്. ഇവര് തകർക്കാൻ ശ്രമിക്കുമ്പോഴും തകർന്നു പോകുന്നില്ലല്ലോ. അതിശക്തമായി വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിനകത്ത് വളരെ മനോഹരമായി അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും. ഞാൻ ആ ചാനലിന്റെ പേരൊന്നും നിങ്ങളുടെ ചാനലിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ സമയമില്ലാത്ത വൈസ് ചാൻസലർക്ക് ചില സ്വകാര്യ ചാനലുകൾക്ക് തനിക്ക് ഇഷ്ടമുള്ള ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാനും അദ്ദേഹത്തിന് നന്നായി അസഭ്യം പറയാനും ഒക്കെ സമയം കിട്ടുന്നുണ്ട്. നല്ല കാര്യം, അദ്ദേഹം അത് പറഞ്ഞോട്ടെ. അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറയുന്നത് സർവകലാശാലയിലെ രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റുകളാണ് പലപ്പോഴും സർവകലാശാല താളം തെറ്റിക്കുന്നതാണ്. ഈ മോഹനും കുന്നുമല്ല സർവകലാശാലയുടെ വൈസ് ചാൻസലറായി താൽക്കാലികമായി കൊണ്ടിരുത്തിയത്
ഏത് ഏത് അക്കാഡമിക് ക്വാളിറ്റിയുടെ അക്കാഡമിക് ബ്രില്യൻസിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഇത് പറയുമ്പോൾ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് പ്രതികരിക്കാൻ കൂടി തയ്യാറാവണ്ടേ? അദ്ദേഹം എങ്ങനെ കേരള സർവകലാശാല വൈസ് ചാൻസലറായി? അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഗവേഷണം നടത്തിന് അദ്ദേഹത്തിന് കിട്ടിയ ഡോക്ടറേറ്റ് അല്ലല്ലോ, റേഡിയോളജിയിലല്ലേ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ്. കേരള സർവകലാശാല പോലെ ഏറ്റവും ഐച്ഛികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു ബൃഹത്തായ സർവകലാശാലയുടെ തലപ്പത്ത് ഒരു ഗവേഷണ പിൻബലവും ഇല്ലാത്ത ഒരാൾ സർവകലാശാല വൈസ് ചാൻസലറായി കയറിയിരുന്നത് സംഘപരിവാറിന്റെ കാല് തടവി കൊടുത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാല് തടവി കൊടുത്തതിന്റെ മാത്രം പാരമ്പര്യമേ അദ്ദേഹത്തിനുള്ളൂ. അല്ലാതെ സർവകലാശാല, കേരള സർവകലാശാല പോലെ ഏറ്റവും അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തലപ്പത്ത് കയറിയിരിക്കാൻ അദ്ദേഹത്തിന് മറ്റൊരു അവകാശവും അദ്ദേഹത്തിന് മറ്റൊരു ക്വാളിഫിക്കേഷനും ഇല്ല. വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ക്വാളിഫിക്കേഷൻ അളക്കലാണ് അദ്ദേഹത്തിന്റെ പണി. ഞങ്ങളെല്ലാം ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ പോകുന്നവരാണ്. ഞങ്ങളെല്ലാം കേരള സർവകലാശാലയിൽ പഠിച്ചവർ, SFIയുടെ സംഘടനാ ഭാരവാഹിത്വത്തിലുണ്ട്. ഞാൻ എന്റെ കോഴ്സ് മുഴുവൻ പഠിച്ചത് BTech പഠിച്ചതും MBA പഠിച്ചതും കേരള സർവകലാശാലയിലാണ്. അപ്പൊ ഞാൻ ഈ കേരളത്തിനകത്തെ മുഴുവൻ SFI വിദ്യാർത്ഥികളും വിവിധ സർവകലാശാലയിൽ അക്കാഡമിക് ബ്രില്യൻസ് കൂടി പഠിക്കുന്നതാണ്. ഇപ്പോ സർവകലാശാലയിലെ പല റാങ്കുകളിൽ നിങ്ങൾ നോക്കിയാൽ SFIക്ക് നേതൃത്വം കൊടുക്കുന്നവർ പലരും നല്ല അക്കാഡമിക് ബ്രില്യൻസോടുകൂടി അവർ പഠിക്കുന്ന കോഴ്സുകൾ പഠിച്ച് പുറത്തേക്ക് വരുന്നവർക്ക് കാണാൻ കഴിയും. അദ്ദേഹം കണ്ണടച്ചാലൊന്നും കേരളത്തിനകത്ത് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇരുട്ട് പകരില്ല. അദ്ദേഹത്തിന് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് അല്ലേ, തനിക്ക് ഇരിക്കുന്ന കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ല എന്നൊരു ഒരു ഈഗോ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഈഗോ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുക വേണ്ട. കേരളം ഇതെല്ലാം കാണുന്നുണ്ട്. കേരളം അവരുടെ വിചാരങ്ങൾക്കപ്പുറം നവോത്ഥാനത്തിൻ്റെ യശസ്സുയർത്തിയ ഭൂമികയുടെ ബാക്കി പത്രമാണ്. അത് തീർച്ചയായും അതിൻ്റെ ആ യശസ് ഇവിടെയും നിൽക്കും. SFI അടക്കമുള്ളവരുടെ പോരാട്ടങ്ങൾക്കൊപ്പം കേരളം നിൽക്കുക തന്നെ ചെയ്യും.